നാഷണൽ അച്ചീവ്മെന്റ് സർവേയും അതിനോടൊപ്പം കേരളത്തിന്റെ ഫീസ് മോഡൽ പരീക്ഷകളും നടക്കുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രിപ്പറേഷൻ ക്ലാസ്സുകളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇത് മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ചതുരത്തിന്റെ പരപ്പളവ് 96 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതിന്റെ നീളം 12 സെന്റിമീറ്റർ ആണ് എങ്കിൽ ചുറ്റളവ് എത്ര? ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ആശയം എന്ന് പറയുന്നത് ചതുരത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് കണ്ടെത്താൻ നീളം ഗുണം വീതിയാണ് ഉത്തരം. നീളം ഗുണം വീതി. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. പരപ്പളവ് അവിടെ തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 96 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 96 സമം എന്ന് പറഞ്ഞാൽ നീളം ഗുണം വീതിയാണ്. നീളം എത്രയും തന്നിട്ടുണ്ട്? 12 എന്ന് തന്നിട്ടുണ്ട്. വീതി നമുക്ക് അറിഞ്ഞൂടാ. അപ്പം 12 ഗുണം ക്വസ്റ്റ്യൻ ചിഹ്നം കൊടുക്കുന്നു. അപ്പോ അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ 96 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതിയാകും. ഇല്ലെങ്കിൽ 12നെ ഏത് കൊണ്ട് ഗുണിച്ചാൽ 96 കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് 8 എന്നുള്ള ഉത്തരം കിട്ടും. 10 8 80, 88, 8 96. അപ്പൊ നീളം കിട്ടി 12 എന്ന് ചോദ്യത്തിലുണ്ട്. ഇപ്പോൾ വീതി കിട്ടി, അത് 8 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 12ഉം 8. ഇനി അടുത്തത് ചതുരത്തിന്റെ ചുറ്റളവ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ചുറ്റളവിന്റെ ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. ചുറ്റളവിന്റെ വഴി 2 ഇൻറ്റു നീളം ഗുണം വീതി എന്നാണ്. അതായത് 2 ഇൻറ്റു നീളം ഗുണം വീതി. നീളവും വീതിയും 12ഉം 8ഉം ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ 20. 2 ഇൻറ്റു 20 എന്നാണ് ഇത് വായിക്കുന്നത്. 2 ഇൻറ്റു 20 സമം 40. ഉത്തരം 40 കിട്ടും. ഒന്നുകൂടി പറയുന്നു. ചതുരത്തിന്റെ ഇക്വേഷൻ നമ്മുടെ 6ാം ക്ലാസ്സിനെ സംബന്ധിച്ച് 2 വഴികൾ മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. ഒന്ന് പരപ്പളവ് കണ്ടുപിടിക്കാൻ. പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നീളവും വീതിയും തമ്മിൽ ഗുണിക്കണം. അത്രയേ ഉള്ളൂ. നീളവും വീതിയും തമ്മിൽ ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? പരപ്പളവ് കിട്ടും. ചുറ്റളവാണ് വേണ്ടുന്നതെങ്കിലോ 2 ഇൻറ്റു നീളം പ്ലസ് വീതി എന്നുള്ളതാണ് ചെയ്യേണ്ടത്. 2 ഇൻറ്റു നീളം പ്ലസ് വീതി. അപ്പൊ ബുക്കിലോട്ട് ഈ ഒരു ഇക്വേഷൻ നല്ല രീതിയിൽ എഴുതി വയ്ക്കുക, കാണാതെ പഠിക്കുക. വിസ്തീർണമാണെങ്കിൽ നീളം ഇൻറ്റു വീതി, അതേസമയം ചുറ്റളവാണെങ്കിൽ 2 ഇൻറ്റു നീളം പ്ലസ് വീതി. ഈ ഒരു കൺസെപ്റ്റ് മറന്നു പോകാതിരിക്കും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഇതാണ് ചതുരം. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റുമുള്ള ഈ ഒരു അളവാണ് അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. കളറില് നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇപ്പൊ നോക്കുക, ഈ നീല കളർ ഇങ്ങനെ കാണിക്കുന്നു. ഇതാണ് അതിന്റെ ചുറ്റളവ്, അതിന്റെ ചുറ്റുമുള്ള അളവ്. അപ്പം ഇവിടുത്തെ നീളമുണ്ട്, ഇവിടുത്തെ വീതിയുണ്ട്. ഇനി അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെയും എ ആയിരിക്കും, ഇവിടെയും ബി ആയിരിക്കും. ചതുരത്തിന്റെ 2 വശങ്ങൾ സെയിം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ നീളം ഒരേപോലെ ആണെങ്കിൽ ഇപ്പുറത്ത് വീതികൾ തമ്മിൽ ഒരേപോലെ ആയിരിക്കും. അപ്പോ 2 ഇൻറ്റു നീളം പ്ലസ് വീതി എന്നുള്ളത് ചെയ്താൽ മതി. നീളം പ്ലസ് വീതി, ഇവിടെ നീളം പ്ലസ് വീതി എന്നുള്ളതാണ്. 2 ഇൻറ്റു നീളം പ്ലസ് വീതി എന്നുള്ള കൺസെപ്റ്റ് ആലോചിച്ചാൽ മതിയാകും. വിസ്തീർണം എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയാണ്. ആ ഇക്വേഷൻ ആലോചിക്കുക, അത്രയേ ഉള്ളൂ. അടുത്തതും ചതുരക്കട്ടയുമായിട്ട്, ചതുരക്കട്ടയുടെ വ്യാപ്തം. ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം എന്നാണ്. LBH. അപ്പൊ നീളവും വീതിയും ഉയരവും കൂടെ ഗുണിക്കുക. ഈ സംഖ്യകൾ ഗുണിക്കുക എന്നേ ഉള്ളൂ. 8 ഇൻറ്റു 4 ഇൻറ്റു 2, 8 4 32, 32 2 64 എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ 2 ചോദ്യങ്ങൾ ഒന്നും കൂടെ പറയുന്നു. ആദ്യത്തേത് ചതുരത്തിന്റെ വ്യാപ്തം അല്ലെങ്കിൽ പരപ്പളവ്. അടുത്തത് ചതുരത്തിന്റെ ചുറ്റളവ്. രണ്ടിന്റെ ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. അടുത്തത് ചതുരക്കട്ടയുടെ ആയിരുന്നു നമ്മൾ പറഞ്ഞത്, L ഇൻറ്റു B ഇൻറ്റു H. അത് ആലോചിക്കുക. ഈ 2-3 ഇക്വേഷൻസ് ആലോചിച്ച് വെച്ചേക്കുക. ഇനി അടുത്തത് റിബണിന്റെ 7/3 ഭാഗം. അതായത് റിബണിന് ടോട്ടൽ എത്ര ഭാഗം ഉണ്ടെന്ന് ആലോചിക്കുക. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു റിബൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. 7/7 ആണ് 1 എന്ന് പറയുന്നത്. 7/7 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ പൂർണ്ണമായി എന്ന് പറയുന്നത് 7 ഭാഗമാണ്. അതിൽ 7/3 ഭാഗം ആർക്ക് കിട്ടിയിട്ടുണ്ട്? നിഷയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയാണ് സുഹ്റയ്ക്കുള്ളത്. ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗം കാണിച്ചിരിക്കുന്നു. 1 2 3 4 5 6 7. ഇങ്ങനെ 7 ഭാഗങ്ങളുണ്ട്. അതായത് 7ൽ 7 ആണെങ്കിൽ 1. അതിൽ 3 ഭാഗം മാത്രമാണ് ആർക്കുള്ളത്? നിഷയ്ക്കുള്ളത്. ബാക്കിയുള്ള 4 ഭാഗം ആർക്കുള്ളതാണ്? സുഹ്റയ്ക്കുള്ളതാണ്. അപ്പം 7ൽ 4 ബാക്കി വരുന്നത്. അങ്ങനെ ഷെയ്ഡ് ചെയ്ത് നോക്കിയാൽ കൺസെപ്റ്റ് മനസ്സിലാകും. അടുത്ത ചോദ്യം,
രവി വീട്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്ക് 2.4 കിലോമീറ്ററും പോസ്റ്റ് ഓഫീസിൽ നിന്നും സൂപ്പർ മാർക്കറ്റിലേക്ക് 800 മീറ്ററും തിരിച്ച് വീട്ടിലേക്ക് 3 കിലോമീറ്ററും നടന്നു. ആകെ നടന്ന ദൂരം. ഈ ഒരു ഐഡിയ ഇവൻ കൂട്ടാൻ മാത്രമേ ഉള്ളൂ. 2.4 കിലോമീറ്റർ ആണ്. അതായത് 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്റർ ആണെന്ന് അറിയാം. 1000 മീറ്റർ. ഈ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടി നോക്കിയാൽ മതി. 2.4 കിലോമീറ്റർ. അപ്പൊ 2.4 ഇങ്ങനെ എഴുതുക. അടുത്തത് 800 മീറ്റർ എന്നാണ് പറഞ്ഞത്, കിലോമീറ്റർ ഇല്ല. അപ്പം ദർഫർ പോയിന്റ് കഴിഞ്ഞിട്ട് 800 മീറ്റർ എന്ന് എഴുതുക. അടുത്തത് 3 കഴിഞ്ഞു, 3.000, കാരണം 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുക. 0 0 0 0 8 4 12 12 2 എഴുതി ശിഷ്ടം 1 ഉണ്ട്. ആ 1 ഇവിടെ കൊടുക്കുന്നു. 3 2 5 1 6 എന്നുള്ള ക്രമത്തിൽ ഉത്തരം എഴുതാൻ സാധിക്കും. തൊട്ടടുത്ത ചോദ്യം. ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിബണിന്റെ കാര്യം നമ്മൾ ഓർത്തു. ഇപ്പൊ കോളങ്ങൾ എണ്ണി നോക്കി. ഇവിടെ 4 4 4 8 12 16 16 കോളങ്ങളുണ്ട്. 16ൽ എത്രയാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്? 16ൽ 4 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. നമ്മൾ എഴുതി 16ൽ 4. ഓപ്ഷൻ നോക്കി. 16ൽ 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും ചെറുതാക്കി നോക്കുക. ഇത് രണ്ടും 4ന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. 1 4 4 4 4 16. അപ്പൊ 1/4 എന്നുള്ള ഉത്തരം കിട്ടും. ഉത്തരം 1/4 ആണ്. അത്രയേ ഉള്ളൂ. ഇതിനെ കിട്ടിയ സംഖ്യയെ ചെറുതാക്കി നോക്കുക. ആലോചിച്ച് നോക്കുക. ആകെ എത്ര ഭാഗങ്ങളുണ്ട്, അതിൽ എത്ര ഭാഗങ്ങളെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കേണ്ടത്. മാത്സിന്റെ ചോദ്യങ്ങൾ ഇത്രയേ ഉള്ളായിരുന്നു. മോഡല് മറ്റൊരു സെറ്റ് മോഡലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾ കൂടി അതിന്റെ ലിങ്ക് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ വേണ്ടുന്നവർ ആ ലിങ്ക് നോക്കുക. അടുത്തൊരു ഭാഗം സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ ഉയർന്ന താപനിലയിൽ ജീവിക്കാൻ കഴിയുന്ന അനുകൂലനങ്ങളുള്ള ജീവി. താപനിലയിൽ കഴിയുന്നത് അല്ലെങ്കിൽ ഡെസേർട്ടിൽ കഴിയുന്നത് ഒട്ടകമാണ്. പെൻഗിനും ധ്രുവക്കരടിയും എവിടെയാണ് താമസിക്കുന്നത്? അവ മഞ്ഞിലാണ് താമസിക്കുന്നത്. ആ ഒരു കാര്യം ആലോചിച്ചാൽ ഉത്തരം കിട്ടും. ഇനി ഇത് നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിന് അനുകൂലനം എന്നാണ് പറയുന്നത്. പുസ്തകത്തിൽ മത്സ്യങ്ങളുടെ അനുകൂലനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തോണിയുടേതുപോലെ 2 അറ്റവും കൂർത്ത ശരീരാകൃതി, ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, ചെകിളപ്പൂക്കൾ വഴിയുള്ള ശ്വസനം തുടങ്ങിയവയുണ്ട്. അപ്പൊ എന്താണ് അനുകൂലനം? ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിന് അനുകൂലനം എന്ന് പറയുന്നു. ജലത്തിൽ ജീവിക്കാനുള്ള മത്സ്യത്തിന്റെ അനുകൂലനങ്ങൾ എന്തെല്ലാം? തോണിയുടേതുപോലെ 2 അറ്റവും കൂർത്ത ശരീരാകൃതി, ജലത്തിൽ സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്നു. അതേപോലെ ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, ചികിളപ്പൂക്കൾ വഴിയുള്ള ശ്വസനം, പിന്നെ സ്കെയിൽസ്, ചെതുമ്പലുകൾ. അതൊരു പ്രൊട്ടക്ഷൻ ആണ്. ഇംഗ്ലീഷ് മീഡിയത്തിനാണെങ്കിൽ ഈ വാക്കുകൾ ആലോചിച്ചുക. ഗിൽസ്, ഫിൻസ്, സ്ട്രീം ലൈൻഡ് ബോഡി, കോൾഡ് ബ്ലഡഡ്, സ്കെയിൽസ്. സ്കെയിൽസ് ചെതുമ്പലുകളാണ്. ഇത് കഴിഞ്ഞ മോഡൽ, 1ാമത്തെ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയ ക്ലാസിന്റെ ലിങ്ക് തൊട്ട് താഴെയുണ്ട്. ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുക. കാരണം നമ്മൾ എന്നും ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇതേ മോഡലിലായിരിക്കും ഒരു പക്ഷേ അടുത്ത പരീക്ഷയും നടക്കാൻ പോകുന്നത്. ഈ കൺസെപ്റ്റുകളെല്ലാം നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഇപ്പൊ നമ്മൾ 1ാമത്തെ പരീക്ഷയാണ് ഇത്. ഇതിൽ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു കൂടുതൽ. അതേസമയം 2ാമത്തെ പരീക്ഷയ്ക്ക് എന്ത് വന്നു? രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കൂടുതലായിട്ട് വന്നു. നമ്മൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏത്, എങ്ങനെ കണ്ടുപിടിക്കും നോക്കുക. അതേപോലെ വലിയ സംഖ്യകൾ എഴുതാൻ പഠിക്കുക.
16 കോടി 35 ലക്ഷം എന്ന് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഓപ്ഷനിൽ നിന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനുവേണ്ടി നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ഈ ഒരു കൺസെപ്റ്റ് ആണ് പഠിക്കേണ്ടത്. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി എന്നിങ്ങനെ പറയാൻ പഠിക്കണം. ഇത് നമ്മൾ 19/8 നടന്ന മോഡൽ എക്സാമിന്റെ ആൻസറിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. 45 കോടി എന്ന് തുടങ്ങുന്ന സംഖ്യ നമ്മൾ എഴുതിയതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് പഠിക്കുക. ഒറ്റ, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി എന്നുള്ള ക്രമത്തിലാണ് എന്ത് ചെയ്യുന്നത്? സംഖ്യകൾ പോകുന്നത്. അടുത്തൊരു ചെറിയ കണക്കായിരുന്നു സാരിയുടെ വില കണ്ടുപിടിക്കാനുള്ളത്. നിങ്ങൾക്ക് പാസ് ചെയ്യാൻ ചോദ്യം വായിച്ചു നോക്കാം, ഉത്തരം നോക്കാം. സംഖ്യാശ്രേണി ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഫാക്ടോറിയൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എളുപ്പത്തിന് കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ 1ന്റെ ഫാക്ടോറിയൽ 1 into 1, 2ന്റെ ഫാക്ടോറിയൽ ആകുമ്പോൾ 1 into 2, 3യുടെ ഫാക്ടോറിയൽ ആകുമ്പോൾ 1 into 2 into 3, 4ന്റെ ഫാക്ടോറിയൽ 1 into 2 into 3 into 4, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അത് ഗുണിച്ച് നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. ഫാക്ടോറിയൽ കൺസെപ്റ്റിൽ എളുപ്പമാണ്. ഇതേപോലെ ആണെങ്കിൽ നമ്മൾ സിമ്പിൾ 2ാം ക്ലാസ്സിന്റെ 3ാം ക്ലാസ്സിന്റെ നിലവാരത്തിലാണ് 2, 4, 6, 8 2 വീതം കൂടി പോകുന്നു. അല്ലെങ്കിൽ 4, 4, 4, 16, അടുത്ത വീണ്ടും 4ന്റെ പട്ടികയാണെങ്കിൽ 4ന്റെ പട്ടികയിലുള്ളത് വെച്ച് പോകാം. അല്ലെങ്കിൽ 4 വീതം കൂട്ടി പോകാം. ഏത് രീതിയിലായാലും അതിനൊരു പാറ്റേൺ, ഒരു തുടർച്ചയുണ്ടല്ലോ. അത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അന്നത്തെ പരീക്ഷയ്ക്ക് 19ാം തീയതിയിലത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചതുരത്തിന്റെ സവിശേഷതകൾ. ചതുരത്തിന്റെ എതിർവശങ്ങളാണ് തുല്യമായിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. നമ്മൾ ഈ രൂപം വരച്ചിട്ട് പറഞ്ഞു എ എന്ന് പറയുന്ന ഈ 2 സൈഡ് ഒരേപോലെ ആയിരിക്കും, ബി എന്ന് പറയുന്ന ഈ 2 സൈഡ് ഒരുപോലെ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ വരുന്നത്. സയൻസിന്റെ ചോദ്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള സയൻസിന്റെ ക്ലാസ് ലിങ്ക് തൊട്ട് താഴെ അവൈലബിൾ ആണ്. ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി